പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പിതാവാം ദൈവമേ ആരാധന, പുത്രനാം ദൈവമേ ആരാധന, പരിശുദ്ധാത്മാവാം ദൈവമേ ആരാധന, ത്രിയേക ദൈവമേ ആരാധന. ആമേൻ. ഇന്ന് നമ്മൾ വീണ്ടും ചിന്തിക്കുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ്. ആമേൻ. 1 കൊരിന്ത്യസ് 3 അധ്യായത്തില് 16 വചനം പറയുന്നത് എങ്ങനെയാന്ന് നോക്കി. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലേ? അപ്പൊ ഈ അറിവാണ് വേണ്ടത്. അറിവ് എന്താണ്? നമുക്ക് പല കാര്യങ്ങളും നമുക്കറിയാം. പക്ഷെ ഈ ശരീരം ദൈവത്തിന്റെ ആലയമാണെന്നും ഇതിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയണം. ഇതാണ് നമ്മൾ മക്കളോടൊക്കെ പറഞ്ഞത്. നമ്മൾ ദൈവത്തിന്റെ ആലയമെന്ന് പറഞ്ഞ ആലയം. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ദൈവത്തിന് വസിക്കാൻ വേണ്ടിയാണ്. ആ ദൈവം നമ്മളെ വീണ്ടെടുക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പം എന്നിട്ട് 17 വചനം, ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ഇനി അതിന്റെ കാരണം പറയണം. ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്. അപ്പൊ ഈ ശരീരം പരിശുദ്ധമാണ്. കാരണം എന്താ? ദൈവം പരിശുദ്ധനാണ്. അതുകൊണ്ടാണ്. അപ്പൊ ദൈവം പരിശുദ്ധനാണെങ്കിൽ നിന്നെ പരിശുദ്ധനായിട്ട് തന്നെയാണ് കർത്താവ് സൃഷ്ടിച്ചത്. പക്ഷെ നീ ഇപ്പോൾ അശുദ്ധനാണ്. നീ ജഡിക മനുഷ്യനായി. നീ ലൗകിക മനുഷ്യനാണ്, ഭൗമിക മനുഷ്യനാണ്. കാരണം എന്താ? നിന്നിൽ നിന്ന് അശുദ്ധിയാണ് വരുന്നത്. കാരണം കണ്ടോ, ഈശോ മർക്കോസിന്റെ സുവിശേഷം 7 അധ്യായത്തിൽ പറഞ്ഞെന്താ? ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. ഹല്ലേലൂയ. ഉള്ളിൽ നിന്ന് വരുന്നത്, നിന്റെ ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. അതാണ് ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. ഇതിനെ നീ അശുദ്ധനാക്കുന്നത് എങ്ങനെയാ? പലതരത്തിലാണ്. ആവശ്യത്തില്ലാത്തെല്ലാം നമ്മൾ ഈ ശരീരത്തിൽ വലിച്ചു കയറുന്നുണ്ട്. അത് നമ്മളെ ശരീരത്തെ നമ്മൾ നശിപ്പിക്കുകയാണ്. നമ്മളെ മർക്കോസിന്റെ സുവിശേഷം 7 അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ കാണാം 21 വചനമാണ്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ദുഷ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, മോഹാശക്തി, അസൂയ, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു. അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യും. അപ്പൊ ഇവിടെ അശുദ്ധിയും വിശുദ്ധിയും തമ്മിലുള്ള പോരാട്ടമാണ്. അപ്പോൾ നീ നുണ പറഞ്ഞാൽ, നീ മറ്റുള്ളവരെ വേദനിപ്പിച്ചാൽ നിന്നിലേക്ക് അശുദ്ധി വരികയാണ്. അശുദ്ധി പറഞ്ഞാൽ പിശാചാണ്, സാത്താൻ. ആമേൻ. അതിന്റെ 15 വചനത്തിലാണ് പറഞ്ഞത്, പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയില്ല. എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതാണ് അവയെ അശുദ്ധമാക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഇനി അതിന്റെ കാരണം പറയണം. 18 വചനം ഇങ്ങനെയാ പറഞ്ഞത്, നിങ്ങളും വിവേചനാശക്തിയില്ലാത്തവരാണോ? പുറമെ നിന്നും മനുഷ്യന്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന ഒന്നും അവനെ അശുദ്ധനാക്കാൻ സാധിക്കില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ഇത് യേശു പറഞ്ഞ കാര്യം കേട്ടോ. കാരണം അവൻ മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല, പിന്നെയോ ഉദരത്തിലേക്ക് കടക്കുകയും വിസർജിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാ ഭക്ഷണപദാർത്ഥങ്ങളും ശുദ്ധമാണെന്ന് അങ്ങനെ അവൻ പ്രഖ്യാപിച്ചു. ഈ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ദേഷ്യം, കോപം, ഇതെല്ലാം അശുദ്ധമാണ്. അപ്പം ഇതിനെയാണ് നമ്മൾ ഇല്ലാതാക്കേണ്ടത്. എങ്ങനെയാ? ഈ ബോധ്യം, ഞാൻ യേശുവിന്റെ മകനാണ്, ഇത് ഈ ദൈവത്തിന്റെ ആലയമാണ്, ഈ ആലയം നശിപ്പിക്കാൻ പാടില്ല, ഇതിലേക്ക് അശുദ്ധി വരാൻ പാടില്ല. ഇത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഒരാളെ വേദനിപ്പിക്കുന്നു, നമ്മൾ പേടിപ്പിക്കുന്നു, മക്കളെ പേടിപ്പിക്കുന്നു, ഭാര്യയെ പേടിപ്പിക്കുന്നു, ഭർത്താവിനെ പേടിപ്പിക്കുന്നു, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും മടിയും ബഹളം, ഇതെല്ലാം അശുദ്ധമാണെന്നുള്ള ഒരു ബോധ്യം വന്നാൽ നീ അത് ചെയ്യത്തില്ല. അത് ചെയ്യാറുണ്ട് വെച്ചാൽ ദാറ്റ്സ് ഇറ്റ്, ഫിനിഷ്. ഇത് ദൈവത്തിന്റെ ആലയമാണെന്നും ഇത് ദൈവത്തെ വേദനിപ്പിക്കുന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ ഈ ദൈവം നിന്നെ പരിപാലിക്കുന്നു. എന്നിട്ട് ആ ദൈവത്തെ എതിരായിട്ട് നീ ചെയ്താലോ? അതാണ് പ്രശ്നം. യേശു നന്ദി. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയം എന്ന് പറഞ്ഞു. ആമേൻ. അപ്പം ഇത് പരിശുദ്ധമാണ്. ഈ ആലയം പരിശുദ്ധമാണ്. ആ ആലയം നിങ്ങൾ തന്നെ കേട്ടോ. ഇനി 6 അധ്യായത്തിലേക്ക് വരുവാണ്. 1 കൊരിന്ത്യസ് 6 അധ്യായത്തിന്റെ 19 വചനം എന്താ പറയുന്നത്? നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഈ അറിവില്ലാത്തത്. ഈ അറിവ് നമ്മൾ ചെറുപ്പം മുതലേ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം. ഈ സംസാരം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കണം. നമ്മൾ ദൈവത്തിന്റെ ശരീരമാണ്, നമ്മൾ ദൈവത്തിന്റെ ആലയമാണ്, നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെ സ്നേഹിക്കണം? നമ്മളപ്പോൾ എങ്ങനെ പെരുമാറണം? സ്നേഹത്തിൽ പെരുമാറണം. പിന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണം. എന്നിട്ട് ഓരോരുത്തർക്കും ഓരോ സ്ഥാനമാനങ്ങളുണ്ട്. ആമേൻ. നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കേട്ടോ. ഇതാണ് മനുഷ്യൻ ദൈവത്തിന്റെ ഉൽപ്പത്തിയിൽ എന്താ ഈശോ പറഞ്ഞത്? നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിന്റെ പറവുകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവന്റെയും ഭൂമിയിൽ എഴയുന്ന സർവ്വജീവികളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കും. അപ്പം സ്വർഗത്തിന്റെ അധികാരം ഈ പുരുഷനും സ്ത്രീക്കാണ് കൊടുത്തിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ.
27-ാമത്തെ വചനം. അങ്ങനെ ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞത്. ആദ്യം ആദ്യത്തെ സൃഷ്ടിച്ചിരിക്കുന്നു. ആമേൻ. യേശു നന്ദി. എന്നിട്ട് എങ്ങനെ സൃഷ്ടിച്ചത്? 2-ാം അധ്യായത്തിലേക്ക് വരുമ്പം ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവന്റെ നാസാരങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. കേട്ടോ, അപ്പം ഈ ശ്വാസമാണ് നമ്മൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിന്റെ തെളിവ്. ഇനി അതിക്കുള്ളൊന്നും പറയാനില്ല. ഇത് മനസ്സിലാക്കുക, ഇത് അംഗീകരിക്കുക. ഇത് അംഗീകരിക്കില്ലെങ്കിൽ നീ ദൈവത്തെ മറന്നിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഇനി 2 കൊരിന്ത്യർ 6-ാം അധ്യായം 15-ാമത്തെ വചനം. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിലേക്ക്. നമ്മൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തിന്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തമാണുള്ളത്? നമ്മൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ്. ആമേൻ. എന്തെന്നാൽ ദൈവം അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും. ഞാൻ അവരുടെ ദൈവമായിരിക്കും, അവർ എൻ്റെ ജനമായിരിക്കും. ഇതാണ് റിലേഷൻഷിപ്പ്. നിനക്ക് ദൈവത്തെ കൂടാതെ ജീവിക്കാൻ പറ്റില്ല. കാരണം എന്താ? ഈ മനുഷ്യൻ വീണുപോയതിനു ശേഷമാണ് ഈശോ വരുന്നത്. അതുകൊണ്ടാണ് ചെങ്കടൽ കടത്തി ഇവര് പകൽ മേഘസ്തംഭമായിട്ടും രാത്രിയിൽ അഗ്നിതൂണമായിട്ടാണ് ഇവരുടെ കൂടെ നിന്നത്. ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി. നമ്മൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമാണെന്നുള്ളത് ബോധ്യമാണ്. ആമേൻ. ഇനിയിപ്പോൾ വെളിപാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ തന്നെ പറയുന്നത് 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 9-ാമത്തെ വചനം പറയണം, നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. ആമേൻ. നീ അവരെ നമ്മുടെ ദൈവത്തിന് ഒരു രാജ്യവും പുരോഹിതന്മാരും ആക്കി അവൻ ഭൂമിയുടെ മേൽ ഭരണം നടത്തും. കണ്ടോ, വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് യേശു വരുന്നതും നമ്മളെ വിലയ്ക്ക് വാങ്ങിക്കാണ്. പിന്നെ ആമേൻ. അതുകൊണ്ട് പറഞ്ഞല്ലോ, വെളിപാട് 1:18 പറഞ്ഞ മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോൽ എന്റെ കൈവശമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉയർത്തിയതിന്റെ കർത്താവ് എല്ലാത്തിനും മേൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. എല്ലാത്തിനും മേൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇനി വെളിപാടിന്റെ 12-ാമത്തെ പുസ്തകം നോക്കി 11-ാമത്തെ വചനം നോക്കി. അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം നേടി ജീവൻ നൽകാനും അവർ തയ്യാറായി. ആമേൻ. കുഞ്ഞാടിന്റെ രക്തം കൊണ്ട്, ആമേൻ, സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം നേടി. അപ്പൊ യേശുവിന്റെ വിലയേറിയ രക്തത്താൽ ലോകം മുഴുവനും വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. എല്ലാ ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും ഹിന്ദു മുസ്ലിം എല്ലാത്തിനും വിലയ്ക്ക് വാങ്ങിച്ചു. പക്ഷെ നമുക്കിത് അറിയാൻ പറ്റുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് നീ ആ ദൈവത്തോട് ചേർന്ന് നിന്നാൽ, നീ നന്മ പ്രവർത്തിച്ചാൽ നിന്നിൽ പിന്നെ തിന്മ പ്രവർത്തിക്കാൻ പറ്റിയില്ല. ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പം നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണെന്ന് മനസ്സിലാക്കണം. പരിശുദ്ധമാണ് നമ്മൾ. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് പരിശുദ്ധനായിട്ടാണ്. കാരണം അവൻ പരിശുദ്ധനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞത്? ആദം വരാനിരുന്നവന്റെ പ്രതിരൂപമാണ്. അതായത് യേശുവിന്റെ പ്രതിരൂപം, അതായത് യേശുവിന്റെ അതേ സ്ഥാനത്ത് നിൽക്കുന്നു. അപ്പൊ പരിശുദ്ധനായിട്ടാണ് നിന്നെ സൃഷ്ടിക്കുന്നത്. അപ്പൊ നീ ഈ വിശുദ്ധിയിലേക്ക് വരിക എന്നുള്ളതാണ്. നിന്നിൽ അശുദ്ധി കയറാൻ നീ അവസരം കൊടുക്കരുത്. അത് നിന്റെ നാവിലൂടെയും ചിന്തയിലൂടെയും പ്രവൃത്തിയിലൂടെയും നിന്റെ പ്രവൃത്തികളെല്ലാം ദൈവഹിതമായിരിക്കണം. ദൈവത്തിന്റെ പദ്ധതിയും പ്ലാനും ആയിരിക്കണം. ദൈവഹിതമായിരിക്കണം. ആ ഒരു അറിവ് വേണം. ഇല്ലെങ്കിൽ നീ ദൈവത്തോട് സംസാരിച്ച് ദൈവം പറഞ്ഞു കേട്ടാൽ പിന്നെ നിനക്ക് തെറ്റുപറ്റില്ല. അതാണ് യേശു ഈ ഭൂമിയിൽ എന്താ പറഞ്ഞോ, എൻ്റെ പിതാവ് എന്ത് പറയണമെന്നും എന്ത് പഠിപ്പിക്കണമെന്ന് കൽപ്പിച്ചു എന്നാണ് പറഞ്ഞത്. കൽപ്പിച്ചു. അതാണ് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ അവിടെ പറയുന്നുണ്ട്. അപ്പം ഒന്നെങ്കിൽ ദൈവ സ്വരം കേട്ടിട്ട് അത് ചെയ്യാം, അപ്പം നിനക്ക് തെറ്റുപറ്റില്ല. ഇല്ലെങ്കിൽ നിനക്ക് ജ്ഞാനം വേണം, ദൈവിക ചിന്തകൾ പറയണം, ദൈവിക ചിന്ത വേണം. അപ്പോൾ നീ പറഞ്ഞെല്ലാം ദൈവത്തിന്റെ ഹിതമായിരിക്കും. അപ്പോൾ ദൈവം നിന്നിൽ ഇടപെടും. ആമേൻ. യേശുവേ നന്ദി. യേശു സ്തോത്രം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് ദൈവരാജ്യത്തെ പറ്റി പഠിക്കുന്നവരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശുവേ നന്ദി. താങ്ക് യു.